വിവാദങ്ങൾക്കിടെ കോഴിക്കോട് വഖഫ് ബോർഡിന്റെ കെട്ടിട ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി അധിനിവേശ ആരോപണം നേരിടുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വഖഫ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വഖഫ് സ്വത്തുക്കളുടെ കാവലാൾ എന്നാണ് മുഖ്യമന്ത്രിയെ വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ വിശേഷിപ്പിച്ചത്. വഖഫിന്റെ കടന്നുകയറ്റം വ്യാപകമാകുന്നുവെന്ന പരാതി ഉയരുമ്പോഴാണ് വഖഫ് ബോർഡിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തിയത്. മുഖ്യമന്ത്രിയെ വഖഫ് സ്വത്തുക്കളുടെ കാവലാണെന്നാണ് വഖഫ് ചെയർമാൻ തന്നെ വിശേഷിപ്പിച്ചത്. വഖഫ് സംബന്ധമായ ബില്ലുകൾ കേരളത്തിലെ അതിനെതിരായി അവതരിപ്പിക്കപ്പെട്ടപ്പോഴും വഖഫിന്റെ മറ്റ് വിഷയങ്ങളിൽ ഒക്കെ തന്നെ നേരിട്ട് ഇടപെടുന്ന രീതി നമ്മളെല്ലാം പൊതു സ്വത്ത് എന്ന രൂപത്തിൽ അതിന്റെ കാവലാളായി മുഖ്യമന്ത്രി പ്രവർത്തിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്തു എന്ന ഏറെ സന്തോഷകരമായ സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. വഖഫിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും കാണിക്കുന്ന ജാഗ്രതയും വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ എടുത്തു പറഞ്ഞു. അങ്ങനെ സർക്കാരിന്റെ അതിർവിട്ട വഖഫ് സ്നേഹത്തിന്റെ പുതിയ കഥകളാണ് പുറത്തുവരുന്നത്. അതേസമയം വഖഫ് ബില്ലിനെതിരെ സർക്കാർ നേരത്തെ എടുത്ത തീരുമാനം ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. മുനമ്പത്തെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ജനത കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ല് എത്രയും വേഗം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അടങ്ങാത്ത വഖഫ് സ്നേഹം. 45,000 വഖഫ് സ്വത്തുക്കൾ വഖഫ് ബോർഡിന് കീഴിലുണ്ടെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു. 45,000-ലധികം വഖഫ് സ്വത്തുക്കളും കേരള വഖഫ് ബോർഡിന്റെ കീഴിലുണ്ട്. നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വഖഫ് ബോർഡ് നേതൃത്വം നൽകി വരുന്നു. അവയെ കുറെ കൂടി കാര്യക്ഷമമാക്കാനും കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമാക്കാനും പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ. 6 കോടി മുടക്കി 4 നിലകളിലായി വഖഫ് ബോർഡ് പുതിയ കെട്ടിടം പണിതത് തന്നെ വഖഫ് ബോർഡിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ജനം, കോഴിക്കോട്.